ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംകോട്ട കായലിൻ്റെ മുമ്പിലാണ്. ശാസ്താംകോട്ട കായൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇതുപോലെ ശാസ്താംകോട്ട കായൽ പോലെ ഒരുപാട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച റിസോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഒരു കവി ഒരിക്കൽ പാടിയിരുന്നു, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ പാടിയ പാട്ട് അത് ഭയങ്കര വൈറലാണ് ആ പാട്ട്. പക്ഷേ ആ പാട്ടിൻ്റെ വരികൾ എഴുതിയ ആ കവി അദ്ദേഹം ഒട്ടും വൈറലായില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം വൈറലാവാഞ്ഞത്? ആ കവി എവിടെയാണ്? ആരാണ് ആ ഗാനം എഴുതിയത്? നമ്മൾ ഇന്ന് ഓപ്പൺ ഹാർട്ടിൽ അദ്ദേഹത്തെ തിരക്കിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. നമസ്കാരം. കവി എന്ന് പറഞ്ഞാൽ കേരളം ഒന്നടങ്കം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. അതായത് ആ പാട്ടിന് സമയമില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്തെ അത് പാടാവൂ, അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷമഘട്ടം കണ്ടാൽ, ഏതെങ്കിലും ഒരു റിസോഴ്സ് നശിക്കുന്നത് കണ്ടാൽ, നമ്മുടെ പ്രകൃതി അനുഗ്രഹിച്ച് തന്ന ഒരുപാട് പുഴകളും നദികളും അതുപോലെ തടാകങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഇത് നശിക്കുന്നത് എവിടെയെങ്കിലും കാണുമ്പോൾ BGMലായിട്ട് വരുന്നത് പാട്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നാണ്. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, ആ പാട്ടിൻ്റെ ക്രെഡിറ്റ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 32 വർഷം മുമ്പ് എഴുതിയതാണ്. 2014 ലക്ഷ്മി സതീഷ് ഇത് നിൽപ്പ് സമരത്തിൻ്റെ ഒരു വേദിയിൽ എറണാകുളത്ത് പാടുമ്പോഴാണ് ഇത് വൈറലായത്. അന്നേരമാണ് ഇത് ഇന്നാരാണെന്ന് അറിയുന്നത്, എഴുതിയതിന്. അതിനും പോലെ പലരുടെ പേരിലാണ് ഇത് അറിയപ്പെട്ടത്. അതെ, ഞാൻ മാർക്കിടാൻ പോയിട്ടുണ്ട്. പിന്നെ കവിതാ മത്സരത്തിന് മാർക്കിടാനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ 1-2 സ്ഥലങ്ങളിൽ ഇത് പാടിയത് വേറെ പലരാണെന്ന് പറഞ്ഞ് മാർക്കിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് സ്വന്തം കവിത മാർക്കിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ശാസ്താംകോട്ട ഒരു വലിയ സമ്മേളനം നടക്കുന്ന സമയത്ത് സുഗതകുമാരി ടീച്ചറുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ നമ്മൾ ഗോവനൊക്കെ അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാർക്ക് സാരിയുടെ സൈഡിൽ അടിക്കുന്ന തുണി വാങ്ങിക്കാനായിട്ട് ശാസ്താംകോട്ട വന്നാൽ, അപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, അടുത്താൾ ഞാൻ സുഗതകുമാരി ടീച്ചർ എഴുതിയൊരു കവിത ചൊല്ലുകയാണ്. എന്ത് വിഷമം ഉണ്ടായിക്കാണല്ലേ? പക്ഷെ എനിക്ക് വിഷമമില്ല. എൻ്റെ വീട്ടുകാർ ചോദിച്ചു, ഇത് നിങ്ങൾ എഴുതിയല്ലേ? ഞമ്മളൊന്ന് പൊടി പിന്നെ അങ്ങനെ പറഞ്ഞാൽ അവൾ പിന്നെ ഒന്നും പറയത്തില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. കൃഷ്ണകുമാർ തന്നെ പിന്നെ സംസാരിച്ച് പറഞ്ഞ്, മോൾക്ക് തെറ്റ് പറ്റിയതാ, അത് എഴുതിയത് ഇഞ്ചക്കാട് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയായ കവിയാണ് എഴുതിയത്, അടുത്താണ് വീട് എന്ന് പറഞ്ഞു. അപ്പോഴപ്പോഴും സുഗതകുമാരി ടീച്ചർ ഒന്നും അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ച് കണ്ടില്ല. അവർ കേട്ടോ അറിഞ്ഞില്ല എന്തോ അറിയത്തില്ല. എന്തായാലും മറ്റു പലരുടെയും പേരിൽ ഇത് വന്നു. ഈ നിൽപ്പ് സമരത്തിൻ്റെ വേദിയിൽ വന്നതിന് മുരുകൻ കാട്ടാക്കടയുടെ പേരിൽ വന്നായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ പേരിലാണ് NCERTയുടെ പുസ്തകത്തിൽ വന്നത്. അത് ശരി, പാഠപുസ്തകത്തിൽ അടിച്ചു വന്നത്. പാഠപുസ്തകത്തിൽ വന്നത് നമ്മളതൊന്നും പ്രശ്നമാക്കാറില്ല. എഴുതി കഴിയുമ്പോൾ നമ്മളല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 32 വർഷം മുമ്പേ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുള്ള ഒരു ജലജാതയ്ക്കിടയിൽ ഉണ്ടായൊരു സംഭവത്തെ പരിസ്ഥിതിജാതയായിരുന്നു ഞങ്ങൾ നടത്തിയ വില സൈഡിൽ. കേരളത്തിലെ പ്രഗത്ഭരായ ആൾക്കാർ ചേർന്ന് 2 ദിവസം കായംകുളം കായലിൽ. അപ്പോൾ ആ ജാഥ ഒന്ന് റേഡിയേഷൻ ഉൾപ്പെടെയുള്ള രോഗങ്ങളായവരെ കുറിച്ചുള്ള ആലപ്പാട്ടുകാരുടെ വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ കായംകുളം കായലിൻ്റെ മലിനീകരണം, സ്വാഭാവിക റേഡിയേഷൻ ഉള്ളതാണ് ചവറയിലെ മണ്ണ്. ശരി. അതുകൊണ്ട് ക്യാൻസർ, അതുപോലെ തന്നെ ഹൃദ്രോഗം, ജനിതക വൈകല്യങ്ങളൊക്കെ ധാരാളമുള്ള ആൾക്കാർ ചവറയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുഞ്ചുപിള്ള എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ അവരുടെ ഒരു സർവേ നടത്തിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 ദിവസം നടന്നായിരുന്നു. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 1969. അന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ആ പ്രദേശത്തെക്കുറിച്ച് അറിയാമായിരുന്നു, ഇവിടുത്തെ മണ്ണിനെ കുറിച്ചൊക്കെ. ആ മണ്ണ് സ്വാഭാവികമായി റേഡിയേഷൻ ഉണ്ടാകുന്ന മണ്ണാണെന്നും ലോകത്തെങ്ങും ഇതുവരെ മണ്ണില്ല. കാരണം ചവറയിലെ മണ്ണില്ലെങ്കിൽ ലോകത്ത് അണുശക്തിയില്ല, അണുയുദ്ധങ്ങളില്ല എന്നതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അത് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ ജാഥയ്ക്കിടയിൽ ഞങ്ങൾ ഈ ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് എഴുതിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ കവി ജാഥയ്ക്കായി പാട്ട് എഴുതിക്കൊണ്ട് വന്നു. ഞങ്ങൾ നാടകം കളിക്കാൻ പോയതാണ്. ഞാൻ എടക്കുളങ്ങര ഗോവൻ എഴുതിയ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ആ നാടകം ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ നാടകം കളിച്ചു തുടങ്ങി. പക്ഷേ ഗായക സംഘത്തിന് പാടാൻ പാട്ടില്ലായിരുന്നു. അവർ KPSCയുടെ നാടകഗാനങ്ങൾ പാടാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഗോവനും തമ്മിലൊരു സംസാരമുള്ളത്, ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ആശയവിനിമയം വൃത്തിയുള്ള പരിപാടി കിട്ടി. നമ്മളൊരു ലക്ഷ്യത്തോടെ ആരംഭിച്ചൊരു ജലജാഥയായത്, ഒരു ജനതയ്ക്ക് അവയർനെസ് കൊടുക്കേണ്ട ഒരു ജലജാഥ, പാരിസ്ഥിതിക ആയ വിനാശങ്ങളെക്കുറിച്ചും
ജനതയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു അവബോധം കൊടുക്കുള്ളൊരു ഒരു പ്രോഗ്രാമിൽ നമ്മൾ എഴുതിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പാട്ടിന് പരമായിട്ട് ഈ KPSCയുടെ പാട്ടുകൾ പാടുന്നത് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ അപ്പോൾ ഗോവൻ എൻ്റെ അടുത്ത് പറയാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് എഴുതാൻ നോക്കും, ഞാനൊന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ കക്ഷി എഴുതിയില്ല, ഞാൻ എന്ത് പാട്ട് വള്ളത്തിൽ. അതാണിത്. ആ ഒരു എഴുതിയ മൊമെന്റിൽ തോന്നിയ ആ ഒരു ട്യൂണിൽ അങ്ങനെയാണ് അതൊന്ന് ചൊല്ലിയത്. ഇപ്പോഴും അതേ ട്യൂണ് തന്നെയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. അതാണ്. അപ്പൊ അത് ഈ ചൊല്ലുന്ന ആരാണോ ചൊല്ലുന്നത് അവരുടെ ഫീലും കൂടെ ഉൾക്കൊണ്ട് ഇത് ആർക്കും ഇത് ഒരു ഫീൽ ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല പാടാൻ പറ്റുമെന്ന്. കാരണം ഈ ഓരോ വരി കേൾക്കുമ്പോഴും നമുക്ക് വിഷമമാണ് തോന്നുന്നത്. ഇനി കവി ചോദിക്കുന്നത് പോലെ അത് സാധ്യമാകുമോ? കാരണം ഇപ്പൊ പറഞ്ഞ ആ വിഷയം, ചവറയിലെ വിഷയം, കരിമണൽ വിഷയം, അത് തീരദേശത്തെ ഒരുപാട് നമ്മുടെ ഈ ചവറ മുതൽ അല്ലെങ്കിൽ ഈ ആലപ്പുഴ വരെയുള്ള തീരദേശത്തെ ന്യൂസ് 18 പോലും ഇപ്പൊ അതൊരു ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. 32 വർഷങ്ങൾക്ക് ശേഷവും ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. എന്താണ് പരിസ്ഥിതിയോട് ഇത്രയും അങ്ങ് അടുപ്പം തോന്നാൻ കാരണം? അത് മറ്റൊന്നുമില്ല, ഞങ്ങൾ ഇഞ്ചക്കാട് വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. തൃപ്തിയോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ജീവിച്ചിരിക്കുക എന്നതാണ് ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതായിരിക്കണം. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ അറിവൊക്കെ അതാണ്. എനിക്കിപ്പോൾ 70 വയസ്സുണ്ട്. ഈ 70 വയസ്സ് വരെ ഞാൻ നേടിയ അറിവുകളെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് ആവശ്യമെല്ലാം പ്രകൃതി തന്നിട്ടുണ്ട്. നമുക്ക് തൃപ്തിയോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ ജീവിച്ചിരിക്കാൻ ഉള്ളതെല്ലാം പ്രകൃതി തന്നിട്ടുണ്ട്. അപ്പം അതിനെ സ്വീകരിച്ച് നന്മയിൽ ജീവിക്കുക, ആഹ്ലാദത്തോടെ ജീവിക്കുക, 120 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഇത്തരം പ്രകൃതിയുടെ നന്മകളെ കണ്ട് അറിഞ്ഞ് സ്വീകരിച്ച് നല്ലതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് എഴുത്തുകാരനായോ കലാകാരനായോ എങ്ങനെയായി അറിയപ്പെടുന്ന ഒന്നുമല്ല വിഷയം, നമ്മൾ തൃപ്തിയോടെ ജീവിക്കുന്നു എന്നാണ് വിഷയം. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് പറഞ്ഞാൽ ഈ വലിയ വലിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടിയ റോഡും അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പം വികസനം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിയെ പലരും ഇങ്ങനെ മനഃപൂർവ്വം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ വളരെ ചുരുക്കം പേരെ നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മളെ മുന്നിൽ കാണുന്നതെല്ലാം വിസ്മയങ്ങളാണ്, മഹാവിസ്മയങ്ങളാണ് നമുക്ക് ചുറ്റിൽ പ്രകൃതി. ഏതൊരു ചെറിയ പ്രാണിയിലായാലും ഏതൊരു ചെറിയ ജീവിയിലായാലും നമുക്കത് കണ്ടറിയാൻ പറ്റും. ഇവയെല്ലാം തമ്മിലുള്ള ജീവൻ്റെ ഒഴുകൽ നടക്കുന്നത്. ഇവയെല്ലാം കൂടെ ചേർന്നാണ് പ്രാണിയും മറ്റ് ചെറിയ ജീവികളും മൃഗങ്ങളും മനുഷ്യനും ഒക്കെ ചേർന്ന് പ്രകൃതിയിൽ ജീവൻ്റെ ഒരു ഒഴുകൽ നടക്കുന്നുണ്ട്. ആ ജീവൻ്റെ ഒഴുകലിലെ കണ്ണികളാണ് നമ്മൾ. എവിടെയെങ്കിലും ഈ കണ്ണി മുറിയുന്നുണ്ടെങ്കിൽ ഈ ജീവൻ്റെ ഒഴുകൽ നിലയ്ക്കും. ഇത് നമ്മൾ തിരിച്ചറിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, സൂര്യപ്രകാശമുണ്ട്, സർവ്വതുമുണ്ട്. ജീവനെ നന്മയിലേക്ക് കൊണ്ടുപോകാവുന്ന, ഈ ജീവൻ്റെ ഒഴുകൽ സാധ്യമാവുന്ന എല്ലാം ഇവിടെയുണ്ട്. അതിനെ ഒപ്പം പോകുക എന്നത് മറന്നുപോയൊരു ജനത ഞാൻ ഭാവത്തിൽ ആ അഹന്ത, അതുപോലെ വെറുപ്പും ഭയവും, ഈ അഹന്തയും വെറുപ്പും ഭയവും ഞാൻ ഭാവവും ഇതൊക്കെയാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ ഇതെല്ലാം കണ്ടറിഞ്ഞു കഴിച്ചാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഞാനും സന്ദീപും തമ്മിലൊരു അകൽച്ച ഉണ്ടാകേണ്ട ഒരു വിഷയമില്ല. ഞാനൊരാളിനെ വെറുക്കേണ്ട വിഷയമില്ല. കാരണം പ്രകൃതി ഒരു ജീവിയും മറ്റൊരു ജീവിയെ വെറുക്കുന്നില്ല, ഒന്നിനെയും പേടിക്കുന്നുമില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്തിനേയും ഭയവും വെറുപ്പുമാണത്. അതിനപ്പുറത്ത് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷണത്തിലാണ്. ഞാൻ നമ്മുടെ ഇനി വരുന്നൊരു തലമുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഈ അങ്ങനെ ആയിരിക്കും പേര് കിട്ടാതെ പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എവിടെയൊക്കെ ഇത് ഞാനാണ് നടത്തിയപ്പോൾ അവിടെയൊക്കെ വല്ലാത്ത സ്വീകാര്യത കിട്ടി. ഞാൻ 37 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ. ഇനി വരുന്നൊരു തലമുറ ആ കവിതയിൽ 37 രാജ്യങ്ങളിൽ കവിത ചൊല്ലാനായിട്ടും മീറ്റിങ്ങുകൾക്കായിട്ടും പോകാനൊരു അവസരം വലിയ കാര്യമാണ്. ഒരു 365 ദിവസത്തിൽ ഒരു 300 ദിവസമെങ്കിലും പൊതു ചടങ്ങുകളുള്ള ഒരാളാണ് ഞാൻ. അവിടെയൊക്കെ എന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ അതായത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഇനി വരുന്നൊരു തലമുറ എഴുതുന്നതിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് അറിയപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു എന്നതിന് ശേഷം എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞല്ലേ. ധാരാളമായി കവിതകൾ എഴുതിയിട്ടുണ്ട്, കവിതയൊക്കെ സ്വകാര്യമായിട്ടുണ്ട്. അതെ അതെ. അപ്പൊ പക്ഷേ നിരന്തരം എഴുതുന്നുണ്ട്, കവിത എഴുതാത്ത ദിവസങ്ങളില്ല. അപ്പൊ അങ്ങനെ അത് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞത് എനിക്ക് ഈ മഹാഭാഗ്യങ്ങൾ തന്ന പ്രകൃതിയാണ്. അതെ.
എനിക്ക് ഇവിടെ ഇങ്ങനെ ജീവിക്കാനുള്ളത് എല്ലാം തന്നിരിക്കുകയാണ്. തന്നതിന് പ്രകൃതിയോട് തിരിച്ചു കൊടുക്കാൻ എന്താണെന്നുള്ള എൻ്റെ അന്വേഷണമാണ് എൻ്റെ കവിതയും പാട്ടുകളും സിനിമയും ഒക്കെ തന്നെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് ഏതാ? ഒരുപാട് കവിതകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഹിറ്റായ ഒരു കവിതയുണ്ട്, മൃഗം എന്നുള്ളതാണ്. അതൊന്ന് രണ്ടു വരി ഒന്ന്. മൃഗം പോരാവട കുഞ്ഞാ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ, മണ്ണറിവിലൊറയ്ക്കട കുഞ്ഞ വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കട്ടുചോല തണുപ്പും കട്ടുതേനിനിപ്പും കന്നിമഴ കുളിരും വെള്ളിവെയിൽ പുളപ്പും കോടമഞ്ഞും മേടക്കാറ്റും നീലനില പൂമണവും നെഞ്ഞറിവിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കാളയൊരു നല്ല മൃഗം, കാളയൊരു നല്ല മൃഗം, പൂണൂലില്ല തൊപ്പിയില്ല ഞാത്തിയിടാൻ കൊന്തയില്ല, എൻ്റെ നിന്റെ ദൈവമില്ല, ചത്തുകിട്ടും മോക്ഷം കാത്ത് പാത്തിരുന്നു കൊല്ലലില്ല, ചോര വീഴ്ത്തി ചിരിയില്ല, ചുട്ടരിച്ച് മരിക്കലില്ല. കാളയൊരു നല്ല മൃഗം, മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കുതിരയൊരു നല്ല മൃഗം, കുതിരയൊരു നല്ല മൃഗം, കയ്യിൽ വാളും കൊടിയുമില്ല, ഭാഷ 100 ചൊല്ലലില്ല, കൊലവിളിയും തെറിയുമില്ല, ജയിൽ തേടി പോകലില്ല, ഹർത്താലില്ല ബന്ധുമില്ല, പെൺകരച്ചിൽ വീഴ്ത്തലില്ല, മണ്ണരിച്ച് മരമരിച്ച് വീട് വെച്ച് നശിക്കലില്ല. കുതിരയൊരു നല്ല മൃഗം, മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. കഴുതയൊരു നല്ല മൃഗം, കഴുതയൊരു നല്ല മൃഗം, കള്ളനൂട്ടും ചതിയുമില്ല, കള്ളുഷാപ്പിൽ പൊറുതിയില്ല, ചന്തതോറും പെൺശരീരം വിൽപ്പനയ്ക്ക് വെക്കലില്ല, നാട്ടിലാകെ ചോര കൊണ്ട് കളമെഴുതി രസിക്കലില്ല. കഴുതയൊരു നല്ല മൃഗം, മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. നായയൊരു നല്ല മൃഗം, നായയൊരു നല്ല മൃഗം, നന്ദികേട് കാട്ടലില്ല, ചിരി തെളിച്ച് ചതിക്കലില്ല, CC വണ്ടി വാങ്ങലില്ല, ലോൺ എടുത്ത് വിയർക്കലില്ല, ജപ്തി കണ്ട് തൂങ്ങലില്ല, നാടുതോറും ദണ്ടലില്ല, നാണം കെട്ടുപാടലില്ല. നായൊരു നല്ല മൃഗം, മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. പോത്തുമൊരു നല്ല മൃഗം, പോത്തുമൊരു നല്ല മൃഗം, ഓഹരി ചൂതാട്ടമില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇല്ല, ബ്ലേഡ് വെട്ടി പലിശയില്ല, വ്യാജ മെഡിക്കൽ കോളേജില്ല, ദൈവവേഷം കെട്ടലില്ല, മന്ത്രവാദം തട്ടിപ്പില്ല, തീവ്രവാദ ബന്ധമില്ല. പോത്തുമൊരു നല്ല മൃഗം, മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മൃഗത്തിൻ്റെ സ്ഥായി ഭാവം നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കത കൂടി നമ്മൾ മനുഷ്യർക്ക് വേണമെന്ന് സൂചിപ്പിക്കാനാണ്. അല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ട്, നമ്മൾ എന്തൊക്കെയാണോ ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ട നല്ല ഗുണങ്ങൾ എന്താണ് അത് പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് അല്ലേ. മൃഗങ്ങളെ കണ്ടുപഠിക്കാനാണ് പറയുന്നുണ്ട് ഇനിയുള്ള തലമുറ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഈ നാടൻ പാട്ട് സംഘം രൂപീകരിച്ചത് ഈ കലാഭമണിയൊക്കെ തുടങ്ങി വെച്ച ആ സമയത്തോ അതോ അതിനു മുമ്പേ തന്നെ? തിരുവല്ലയിലായിരുന്നു തുടങ്ങിയത്. അതെ, എൻ്റെ സുഹൃത്തുക്കളാണ് തുടങ്ങിയത്. KV രാമകൃഷ്ണനും അതുപോലെ പ്രഭാകരനും പിന്നെ ബാലേന്ദ്രൻ, കുട്ടപ്പനൊക്കെ പിന്നീട് വരുന്നത്. അപ്പൊ അവര് തിരുവല്ല ലളിത കലാസംഘം എന്ന് പറഞ്ഞ പേരില് ഒരു സംഘം രൂപപ്പെടുത്തിയെടുത്ത്. അപ്പൊ അന്ന് അവിടെ ഒരു മീറ്റിങ്ങിന് ഞാനും ഗുരുപട ശ്രീമാറും PK ഗോപി പോയിരുന്നു. അപ്പൊ ഞങ്ങൾ ആ മീറ്റിങ്ങിലുള്ള നല്ലൊരു അമ്മച്ചി ഒരു നാടൻപാട്ട് പാടി. ആ പാട്ട് പാടി ഞങ്ങൾ കവിതയിലേക്കാൾ വളരെ സ്വീകാര്യതയായിരുന്നു. ആ തിരുമൂല എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിരുന്നു അത്. ഇപ്പോഴും തിരുമൂലപുരം, അവിടെ ഇരുവള്ളിപ്പുറ എന്ന ഗ്രാമത്തിൻ്റെ പേര് അവിടെ. അപ്പോൾ അന്ന് ആ 3 കോളനികളാണ് ഗ്രാമത്തിന് ചുറ്റും. അവിടുത്തെ ജനങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. ഈ വന്നതിൽ എല്ലാവരും ഈ പാട്ടിനനുസരിച്ച് തുള്ളുക, മാത്രമല്ല സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ആളാൻ തുടങ്ങി. അപ്പോൾ ഈ പാട്ടെല്ലാം കഴിഞ്ഞപ്പം ഈ ഞങ്ങളെ കൂടിയിരുന്ന മീറ്റിങ്ങിൽ വെച്ചിങ്ങനെ ഞങ്ങൾക്കത് പോകാൻ പറ്റത്തില്ല, രാത്രിയിൽ ഇങ്ങനെ ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ല. ഞങ്ങളവിടെ പ്രഭയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു ചിന്തയൊക്കെ വന്നു. എൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചു ഈ പാട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടേ. അപ്പോൾ അങ്ങനെ അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ വെച്ച് തന്നെ ലളിതകലാ സംഘം എന്ന് പറഞ്ഞ സംഘം രൂപപ്പെടുകയാണ് ചെയ്തത്. ആദ്യത്തെ പരിപാടി നടത്തിയത്
ഇളമ്പള്ളൂർ സ്കൂളിൽ വെച്ചായിരുന്നു. DPIFC എന്ന് പറഞ്ഞ മത്സ്യമേഖലയിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു. അവരുടെ വാർഷികത്തിന് പരിപാടി നടത്തി. രണ്ടാമത് ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചക്കാടാണ് അവതരിപ്പിച്ചത്. അങ്ങനെ പിന്നാണ് ഈ നാടൻ പാട്ടിലെ സംഘങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഡൈനാമിക് ആക്ഷൻ ഇങ്ങനെ പാട്ടിലേക്ക് വന്നു. അവിടെയാണ് CJ കുട്ടപ്പൻ വന്നത്. ഡൈനാമിക് ആക്ഷൻ വന്ന് ഇങ്ങനെ അങ്ങനെ കുട്ടപ്പൻ ഇതിൻ്റെ പാട്ടത്തിൻ്റെ കുട്ടപ്പനിലൂടെ പിന്നെ ഈ പാട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് വരാൻ സാധ്യതയായിരുന്നു. അല്ല, ഈ ഒരുപാട് പേര് ഈ ഒന്നുകിൽ ഈ കവിതയിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടനയിലൂടെ ഒക്കെ കുറെ പേര് പോപ്പുലർ ആയിട്ടുണ്ടല്ലേ? ഒത്തിരി പേര്. അപ്പൊ ഈ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലേ? ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പൊ ആ സർക്കാർ ഉദ്യോഗം ഇതും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അന്ന് നല്ലപോലെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് കുറെ സിനിമകൾ, 1-2 സിനിമകൾ ചെയ്തതായിട്ടും കൂടെ ഞാൻ അറിഞ്ഞു. അങ്ങനെ അപകടമല്ല, നമുക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അത് കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോം, ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ. അങ്ങനെയാണ് കഥ പറയും മുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത്. മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാകണം വിദ്യാഭ്യാസം എന്നാണ് ആയിരുന്നു അതിൻ്റെ തീം. അത് ഇത് സർക്കാർ സാങ്ഷൻ തന്നു സ്കൂളിലൂടെയൊക്കെ കാണിക്കാവുന്നു. തിയേറ്ററിൽ നിന്ന് കിട്ടത്തില്ല അങ്ങനെ സിനിമ. അങ്ങനെ 73 സ്കൂളുകൾ ഞങ്ങൾ ഈ കോവിഡിന് മുമ്പ് കാണിച്ചു. പിന്നെ അത് കുട്ടികൾക്ക് കാണിക്കാനായിരിക്കും താല്പര്യം കാണിച്ചില്ല. അങ്ങനെ ഒരു സംഭവം അത് യൂട്യൂബിലിട്ടപ്പോൾ അതിന്റെ മ്യൂസിക് ചെയ്ത ഒരു കക്ഷി അതിനകത്ത് എന്തോ കൃത്രിമത്വം ഉണ്ടായതിൽ അങ്ങനെ അതിന് കോപ്പിറൈറ്റ് കൊണ്ടത് ഒഴിവാക്കിയത്. രണ്ടാമത് നരോബലിഷ്ടം എന്ന് പറഞ്ഞ് ശാസ്ത്രങ്ങളുടെ വെച്ച് ഒരു വീടിനെ കേന്ദ്രീകരിച്ചൊരു സിനിമ. സജി ശങ്കർ എന്ന് പറഞ്ഞ ചങ്ങാതി കഥ കേട്ടപ്പോൾ എനിക്ക് താല്പര്യമായിട്ട് അങ്ങനെ ചെയ്തതാണ്. നല്ല ചിന്ത നമ്മളെ നന്മയിലേക്ക് കൊള്ളൂ, നല്ല സംഭാഷണം നന്മയിലേക്ക് കൊള്ളൂ, നല്ല സൗഹൃദങ്ങൾ നന്മയിലേക്ക് കൊള്ളൂ എന്ന് പറഞ്ഞ് കണ്ണു കാണാത്ത ഒരു പെൺകുട്ടി കൊലപാതകം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ കാഴ്ചയുടെ മഹത്വം, ജീവിതത്തിന്റെ മഹത്വം വിവരിപ്പിക്കുന്നതാണ് സിനിമ. അപ്പം നിങ്ങളെ കാണിക്കണം. അപ്പോൾ തിയേറ്ററിൽ കാണിക്കാൻ പറ്റും, തിയേറ്ററിൽ കിട്ടുന്നില്ല. നല്ല ശ്രമം നടന്നുകൊണ്ട് കാലിഫോർണിയയിലെ കാനഡയിലെ 2 ഫെസ്റ്റിവലുകളിൽ സോഷ്യൽ ജസ്റ്റിസ് അതിൽ ഏറ്റവും നല്ല സിനിമ, ഏറ്റവും നല്ല പശ്ചാത്തല സംഗീതം, ഏറ്റവും നല്ല പരീക്ഷണ സിനിമ 3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നത്. അതാ ഞാൻ ഇനി വരാൻ പോകുന്നത്. അവസാനമായിട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള, കാരണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് പോലെയുള്ള ഒരുപാട് പാട്ടുകൾ ഇനി ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ കുറെ കലാസൃഷ്ടികളും ഇനി വരേണ്ടതുണ്ട്. ഇഞ്ചക്കാട് ഇനി വരുന്നത് നമ്മളൊരു ശാസ്താംകോട്ട കായലിന്റെ തീരത്ത് ഒരു മ്യൂസിയം എൻ്റെ സ്വപ്നമാണ്. ഞാൻ മധുകൃഷ്ണൻ എന്ന് പറഞ്ഞ ചങ്ങാതിയായിട്ട് ഇതിനു വേണ്ടി കുറച്ച് അലഞ്ഞിട്ടുണ്ട്. കുറേയേറെ പേരെ കണ്ടിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ ഒരു 5 ഏക്കർ സ്ഥലത്ത് വിവിധ ഭാഷയിലെ പാട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടമായിട്ട് നല്ല പാട്ട് കുടുംബമായിട്ട് വന്ന് പാട്ട് കേൾക്കാം, പാട്ട് പാടാം, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ നടത്താം. കൂടുതൽ പാട്ടുകളെ കുറിച്ചുള്ള പഠനത്തിനാവശ്യം എല്ലാ സംവിധാനങ്ങളുണ്ട്. വാദ്യോപകരണങ്ങൾ, കിട്ടാവുന്ന ഉപകരണങ്ങൾ ശേഖരിക്കുക അവിടെ, അതിൽ പരിശീലനം, അങ്ങനെ പാട്ട് നിർമ്മിക്കുക അവിടെ, റെക്കോർഡിങ് സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സംഭവം. പിന്നെ നല്ല ഭക്ഷണം, നല്ല സംഗീതം, നല്ല ഭൂപ്രകൃതി, അതിനുള്ള ഒരു ഇടമായിട്ട് അങ്ങനെ സ്വപ്നമായിട്ട് നടക്കുകയാണ്. രണ്ടാമത് ഒരു സിനിമയാണ് ഇനി വീണ്ടും 120th ബർത്ത്ഡേ, 120ാം ജന്മദിനം. നമുക്കൊക്കെ ആയുസ് 120 ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അകാല മരണങ്ങളാണല്ലോ. എന്തുകൊണ്ട് അകാല മരണം, അല്ലെങ്കിൽ എങ്ങനെയായാൽ നമുക്കുള്ള ജീവിച്ചിരിക്കാം, പരമാവധി ആയുസ്സിൽ ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ തീം. അങ്ങനെ അതിൽ 100 വയസ്സുള്ള വൃദ്ധൻ ഉണ്ട് ജീവിച്ചിരിക്കുന്നത്. വേറെ എല്ലാവരും മരിച്ചുപോയി. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ രീതി കൊണ്ട് സർവ്വ ആൾക്കാർ മരിച്ചുപോയ ഒരു നഗരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിച്ചു എന്ന് അറിയാനുണ്ട് സ്കൂളിലെ കുട്ടികൾ പോകുന്ന കഥയാണ്. അവർ കണ്ടത് ഒരേ ആളിനെ ഉള്ളൂ 100 വയസ്സുള്ള. ഇപ്പൊ ശരിക്കും പറഞ്ഞൊരു 1 ലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കാണുന്നവർക്ക് ആർക്കും തോന്നുന്നു കേൾക്കുന്നവരിത് ചെയ്തോട്ടെന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തിരിക്കണം. അങ്ങനെയാണ്. അപ്പം ഞാൻ അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഒരു ചാനലുണ്ട്, നല്ല ഭൂമിയും നല്ല മനുഷ്യർ. ശരി. അതിനകത്ത് ഒരു 120ഓളം കലാവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. പാട്ടായിട്ട് ഇന്റർവ്യൂസ്, ഇതുപോലുള്ള ഇന്റർവ്യൂസൊക്കെ ആയിട്ട് അറിയപ്പെടേണ്ടവർ ആദരിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ടല്ലേ. അതിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒക്കെ ഒറ്റപ്പെട്ടിങ്ങനെ കഴിയുന്ന ആൾക്കാരെ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ സംഭാവന എന്തായിരുന്നു, അവരുടെ ചിന്ത എന്താണെന്നൊക്കെ ജനത്തിനായിരിക്കും. അതായത് നന്മയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്നവരെല്ലാം പോസിറ്റീവ് മാത്രമാണ് ചെയ്യുന്നത്. നെഗറ്റീവ്, ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കേണ്ട. എത്ര മോശക്കാരനായ മനുഷ്യനായ അയാളുടെ നന്മ മാത്രം നമുക്ക് പോസിറ്റീവ് മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അത് കലാവിഷ്കാരങ്ങൾക്കായാലും ശരി അത്തരം ചിന്തയാണ് നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ 2-3 കാര്യങ്ങൾ, സമ്പത്ത്, പദവി, അധികാരം എല്ലാം നിയന്ത്രിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാന. വേണ്ട, അതൊന്നും നിയന്ത്രിക്കേണ്ട. അതാണ് ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതായത് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ താൻ എഴുതിയ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട്, അത് വർഷങ്ങളോളം മറ്റാരുടെയൊക്കെയോ പേരിലായിരുന്നു. ഒടുവിൽ ആ കവിയെ ലോകം തിരിച്ചറിഞ്ഞു. കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അംഗീകാരമാണ് കിട്ടിയത്. എത്രയോ രാജ്യങ്ങളിൽ ഇതിനു വേണ്ടി പോയി അംഗീകാരം വാങ്ങിയെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള ഒരുപാട്
ഗാനങ്ങൾ മലയാളികൾക്ക് നൽകാൻ കഴിയട്ടെ. മലയാളികൾ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. താങ്ക്സ്. പിന്നെ ഈ പറഞ്ഞ പ്രോജക്റ്റുകളെല്ലാം എല്ലാം നടക്കും. എല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ. എപ്പോഴും പ്രകൃതിയിൽ കാരണം ഞാൻ 120 വയസ്സ് വരെ ഇവിടെ ജീവിച്ചു. ജീവിച്ചിരിക്കണം. അത്രയും കാലത്തെ കവിതകൾ കേൾക്കണം. ശാസ്താംകോട്ടയ്ക്ക്, ഇഞ്ചക്കാടിന് എന്നും ഒരു നല്ല പേരായി എപ്പോഴും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ചേട്ടാ. Thanks. താങ്ക് യു സോ മച്ച്.